ഒടിഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുള്ളാണ്. ഇന്നലെ 10-12 കിട്ടിയ പറയുന്നില്ല സാർ. വാർഡനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സത്യരാജനെ ജയിൽ ചാടാൻ ജയിൽ സൂപ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എല്ലാം ഇതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട് സാർ. സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാൻ ജയിൽ ഐജിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണിത്. സാർ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. ജയിൽ സെക്യൂരിറ്റിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി ബ്ലോക്കിലെ പ്രിസണേഴ്സിനെ കൊണ്ട് സൂപ്രണ്ട് കത്തിക്കുത്തുണ്ടാക്കിച്ചതാണ് സാർ. അത് മാത്രമല്ല, അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, അവിടെ ഇരിക്കട്ടെ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ 10 സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപയാണ് വില. 5 എണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് വിറ്റ് തരണം. ക്ഷമിക്കണം സാർ, എനിക്കതിൽ അല്പം പ്രയാസമുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ. സാർ, ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാർ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അയച്ചിട്ട് കോണം കൈ കൊടുക്കേണ്ടി വരും. ബൽറാം, യു ക്യാൻ ഗോ. സാർ, അപ്പൊ ഞാൻ തന്ന ആപ്ലിക്കേഷന്റെ കാര്യം? Stupid! Your application will go to hell through proper channel. Get away from here! നിന്റെ പോലീസിന് മണങ്ങാൻ ചീട്ട് കളിക്കുന്നു. നിന്റെ ചീട്ട് കളി നിന്നെ. വാസു സാർ, എന്താ ഇത്? മാർക്കറ്റിലെ ചീട്ട് കളിക്കാരാ. രാവും പകലും പന്നി മലർത്ത് എന്നാ ഒരു 10 പൈസ സ്റ്റേഷനിൽ കയറില്ല. ഓ, അതിന്റെ വാശി തീർക്കാനാണോ? വിട്ടുകളടോ ഒറ്റളെ. സാർ, ഒരു സംശയം. അപ്പൊ ഈ ചൂതാട്ടം, ഗാംബ്ലിംഗ് വെറുതെ വിടാനോ? ശിക്ഷിക്കണോടോ ഗാംബ്ലിങ്ങിന്? എങ്കിൽ ചെല്ല്. സീസൈഡ് ക്ലബില്, ഓഫീസേഴ്സ് ഡെന്നില്, ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാത് വെച്ച് കളിക്കുന്നുണ്ടാവും. അവരെ ആദ്യം പിടിച്ചിട്ട് വാ. മാർക്കറ്റിൽ മീൻകൊട്ട ഒന്നും ഇറച്ചി കൂട്ടി മടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി 10 പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന ഈ പാവങ്ങളെ ശിക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി. സാർ, മോണ പഴുത്തൊലിക്കുന്നവന്റെ നാവ് പഠിച്ച വായനാറ്റം മാറൂലടോ. വിട്ടുകളാവറ്റളെ. എനിക്ക് ഈ പുളിച്ച സാമ്പാർ കഴിച്ച് ശീലമില്ല. ഇറച്ചി മീനൊന്നും ഇല്ലാതെ. അയ്യോ, ഇതൊരു നമ്പൂരി ഇല്ലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ വലിയ തടവറയാണ്. ദേഷ്യം തോന്നരുത്. നിർബന്ധം വെച്ചാ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ, പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇഷ്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ, ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കണ നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ഈ ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും. അരുത്, എന്നെ ശപിക്കരുത്. ഞാനെല്ലാം പറയാം അച്ഛാ. പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയ ഞാൻ അച്ഛനറിയാതെ നമ്മുടെ ഉണ്ണിയെ കൊന്നവരോട് പകരം വിട്ടാൻ വേറെ വഴിയില്ല. ഈ വഴി അപകടമല്ലയോ മോളെ? എനിക്കെന്തോ ഭയം തോന്നുന്നു. തിരുമേനി, നിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടവൻ ഞാനാണ്. ജയിൽ ചാടിയെ ഞാനിവിടെ കഴിയുന്നത് നിങ്ങളുടെ മകനെ ഓർത്താണ്. ആ കുട്ടിയെ ഉലക്ക കൊണ്ട് ഇടിച്ചുരുട്ടി ചതച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടവനാണ് ഞാൻ. അവരെ തൂക്കിലേറ്റാൻ എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പോകാം. അരുത്, അരുത്. എന്റെ മകൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഞങ്ങളെ സഹായിക്കൂ.